ചില സുഹൃത്തുക്കൾക്ക് ചിത്രതിരുനാളുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയ ചില സുഹൃത്തുക്കൾ എനിക്കുണ്ട്. ഞാൻ അതിലെ ഒരു സുഹൃത്തിൻ്റെ അനുഭവമാണ് ഇനി പറയാൻ പോകുന്നത്. അദ്ദേഹം മാത്യു എം കുഴുവേലി. ഒരു പക്ഷേ തീർച്ചയായിട്ടും ഞാനിത് പറയുമ്പോൾ ആ പേര് പലരും കേട്ടിരിക്കും. കാരണം മലയാളത്തിലെ ബാലസാഹിത്യ പ്രസ്ഥാനത്തിന് മറക്കാനാവാത്ത ഒരു നാമമാണ് മാത്യു എം കുഴുവേലിയുടേത്. മാത്യു എം കുഴുവേലിയുടെ മകൻ, ഞങ്ങൾ ബാലൻ എന്ന് വിളിക്കുന്ന KM ജോർജ്, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ്. ഇത്രയും 7 പതിറ്റാണ്ടുകളായിട്ട് ആ സൗഹൃദം ഞങ്ങൾ ഇന്നും തുടരുകയും ചെയ്യുന്നുണ്ട്. മാത്യു എം കുഴുവേലി ചിത്രതിരുനാളിനെ പറ്റി അനവധി കഥകൾ, അനുഭവ കഥകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിലൊരു അനുഭവ കഥയാണ് ഞാൻ ഇനി വിവരിക്കാൻ പോകുന്നത്. അപ്പോൾ മാത്യു എം കുഴുവേലി സാറിൻ്റെ മകനായിട്ടുള്ള KM ജോർജ് ഒരു ദിവസം ചിത്രതിരുനാൾ അദ്ദേഹത്തിന് മഹാരാജാവ് അല്ലെങ്കിൽ പോലും തിരുവനന്തപുരത്ത് പൗരാവലി പലരും അദ്ദേഹത്തെ മഹാരാജാവായിട്ട് തന്നെ ആണ് അപ്പോഴും അഭിസംബോധന ചെയ്തിരുന്നത്. പിൽക്കാലത്തും അങ്ങനെ തന്നെയാണ് അഭിസംബോധന ചെയ്തിരുന്നത്. ജോർജ് എന്നോട് ഒരു ദിവസം മഹാരാജാവിനോട് പറഞ്ഞു, ഞങ്ങളുടെ പൂർവികർ ഹിന്ദുക്കളായിരുന്നു. ഞങ്ങളുടെ പൂർവികർ പറവൂർ രാജവംശത്തിലെ പെട്ട ഒരു ശാഖയിൽപ്പെട്ടവരാണ് ഞങ്ങളുടെ പൂർവികർ. ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഈ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് വളരെ അടുപ്പം ഞങ്ങൾ പുലർത്തുകയും ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രേരണയിൽ ഞങ്ങൾ ക്രിസ്തുമതം സ്വീകരിക്കുകയുമാണ് ഉണ്ടായത്. അതിനെ തുടർന്നാണ് ഞങ്ങൾ പറവൂരിൽ നിന്ന് ഞങ്ങളെ രാജകുടുംബം പുറത്താക്കി. അന്നത്തെ കാലത്ത് അങ്ങനെയാണ്, യാഥാസ്ഥിതികത്വമുള്ള കാലമാണ്. അങ്ങനെ ഞങ്ങൾ പാലായിൽ വന്ന് താമസിച്ചു. പാലായിൽ ഞങ്ങൾ താമസിക്കുകയും അവിടെ അവിടുത്തെ എസ്റ്റേറ്റുകളൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുകയൊക്കെ ചെയ്തു എന്ന വിവരം ഞാൻ ബാലൻ എന്ന് വിളിക്കുന്ന KM ജോർജ് ചിത്രതിരുനാൾ മഹാരാജാവിനോട് അറിയിച്ചു. ഇത് ഒരു 40 വർഷം മുമ്പാണ്. അപ്പോൾ ചിത്രതിരുനാൾ അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്താ ബാലന് തിരിച്ച് ഹിന്ദു ആവണോ? അപ്പോൾ ബാലൻ പറഞ്ഞു, അത് ഒക്കുകയില്ലല്ലോ, ഈ ഹിന്ദുമതത്തിലേക്ക് തിരിച്ചാരെയും എടുക്കുകയില്ലല്ലോ, ഈ ഖർ വാപ്പസി ഒന്നും അന്നില്ല, 40 വർഷം മുമ്പുള്ള കഥയാണ്. അപ്പോൾ ചിത്രതിരുനാൾ പറഞ്ഞു, ബാലന് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഞാൻ അതിന് മുൻകൈ എടുക്കാം. അതായത് ബാലനെ തിരിച്ച് ഹിന്ദു ആക്കാം. പക്ഷേ 1-2 വ്യവസ്ഥകളുണ്ട്. ഒന്ന്, ബാലൻ്റെ അച്ഛനമ്മമാരുടെ സമ്മതം വേണം, ബാലന് കൺവിക്ഷൻ വേണം എന്ന് മാത്രമല്ല, ഈ ചരിത്രപരമായ കാര്യങ്ങൾ എനിക്ക് ബോധ്യവുമാണ്. എനിക്ക് പറവൂർ രാജകുടുംബത്തെ പറ്റിയും അവരുടെ പൂർവ്വകാല ചരിത്രത്തെ പറ്റിയൊക്കെ ഞാനും സാമാന്യമായി ചില കാര്യങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ട്. അതിലെ ഒരു ശാഖ ഇങ്ങനെ ക്രിസ്തുമതം സ്വീകരിച്ചു എന്ന കാര്യവും എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ബാലന് വേണ്ടിയിട്ട് ഇതിന് ഞാൻ മുൻകൈ എടുക്കാം എന്ന് പറഞ്ഞു. ബാലന് അങ്ങനെ ഹിന്ദു ആകാനായിട്ട് തീരുമാനിക്കുന്നു. ചിത്രതിരുനാൾ ബാലരാമവർമ്മ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. കൊല്ലൂരിലെ മൂകാംബിക ക്ഷേത്രം അതിൻ്റെ വെന്യൂ ആയിട്ട് നിശ്ചയിക്കുന്നു. എന്നിട്ട് പൂഞ്ഞാറിലെ മിത്രം തിരുമേനിയെ, വളരെ പണ്ഡിതനായിട്ടുള്ള ഒരാളാണ്, അദ്ദേഹത്തെ ജ്യോതിഷി എന്ന നിലയിലാണ് മലയാളികൾ അറിയുന്നത്. അടുത്ത കാലത്തും അന്തരിച്ചു. പക്ഷെ വലിയ വേദപണ്ഡിതനാണ്. അദ്ദേഹത്തെ ഇതിൻ്റെ പുരോഹിതനായിട്ട് നിയോഗിച്ചു. അങ്ങനെ ബാലൻ്റെ ബന്ധുക്കളാരും പക്ഷേ ഈ തിരിച്ച് ഹിന്ദു ആവുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ കൂട്ടാക്കിയില്ല. കുഴുവേലി സാറ് അപ്പോഴേക്കും ദിവംഗതനായി. സഹോദരന്മാരോ സഹോദരിമാരോ ബാലൻ്റെ ഈ തീരുമാനത്തിനോട് യോജിച്ചില്ല. അവരാരും പങ്കെടുത്തില്ല. ബാലൻ അടുത്ത ചില സുഹൃത്തുക്കളോട് വരാനായിട്ട് ആവശ്യപ്പെട്ടുവെങ്കിലും അവരും ആ സന്ദർഭത്തിൽ അവരും മാറി വിട്ടുനിന്നു. ഏതായാലും ബാലൻ കൊല്ലൂരിൽ പോയി ചിത്രതിരുനാളുടെ നിയോഗ പ്രകാരം പൂഞ്ഞാറിലെ മിത്രൻ നമ്പൂതിരി കൊല്ലൂരിൽ എത്തി.
അവിടുത്തെ ക്ഷേത്ര പരിസരത്ത് വെച്ച് അവിടുത്തെ കൃത്യമായി പറയുകയാണെങ്കിൽ സൗപർണിക നദിയിൽ മുങ്ങി കുളിച്ച് മന്ത്രോച്ചാരണം ചെയ്ത് ബാലൻ എന്ന KM ജോർജ് ഹിന്ദു ആവുകയും പുരുഷോത്തമ ഭാരതി എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ പുരുഷോത്തമ ഭാരതി എന്നുള്ള പേര് സ്വീകരിച്ച് ബാലൻ തിരിച്ച് തിരുവനന്തപുരത്ത് വന്നു. ബാലൻ്റെ സഹോദരന്മാർക്കും സഹോദരിമാർക്ക് വളരെ വിയോജിപ്പായിരുന്നു ഈ മത മാറ്റത്തിൽ ഉണ്ടായത്. പക്ഷേ ചിത്ര തിരുനാളാണ് ഇതിന് നേതൃത്വം കൊടുത്തത് എന്നതുകൊണ്ട് അവർക്ക് പരസ്യമായി എതിർക്കാനും സാധിച്ചില്ല. ബാലൻ ഈ കാര്യം വളരെ അടുപ്പമുള്ള ഞങ്ങളോടൊക്കെ പറഞ്ഞിരുന്നു. ബാലൻ അക്കാലത്ത് ഒരു ട്രേഡ് യൂണിയൻ പ്രവർത്തകനായിരുന്നു. ഇടയ്ക്ക് പറയട്ടെ, എക്കണോമിക്സിൽ PhD ഉള്ള ആളാണ് ബാലൻ. ആ എക്കണോമിക്സിൽ PhD ഉള്ള ആളായിട്ടാണെങ്കിൽ കൂടിയും അദ്ദേഹം ലോട്ടറി ഏജൻറ്റുമാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു സ്വതന്ത്ര ലോട്ടറി ഏജൻറ്റ്സ് അസോസിയേഷന് രൂപീകരിക്കുകയും അതിൻ്റെ നേതാവായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു. അപ്പോൾ അവരോടും ഈ മതപരിവർത്തനത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവർക്കും വലിയ അവർ ചില ആളുകളും വിയോജിപ്പൊക്കെ ഉണ്ടാവുകയും ഈ ബാലൻ്റെ അസോസിയേഷനിൽ നിന്ന് പിരിഞ്ഞു പോവുകയും ചെയ്തു. അതൊന്നും ബാലൻ പകവച്ചില്ല. ബാലൻ പിന്നീട് 15 വർഷം കൂടി കഴിഞ്ഞിട്ട് ആണ് പുരുഷോത്തമ ഭാരതി എന്ന പേര് ഔദ്യോഗികമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നത്. ഈ സന്ദർഭത്തിൽ ബാലൻ ഡൽഹി പോളിറ്റിക്സിൽ എത്തപ്പെടുകയാണ്. ഇപ്പോൾ രാഷ്ട്രീയ ജനതാദൾ എന്ന് പറയുന്ന രാഷ്ട്രീയ ജനതാ പാർട്ടി, ശങ്കർ സിംഗ് വഘേലയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയായിട്ട് പുരുഷോത്തമ ഭാരതി മാറുകയും പുരുഷോത്തമ ഭാരതിയുടെ പ്രവർത്തന മേഖല ഡൽഹിയിലേക്ക് വരികയും ചെയ്തു. ഈ സന്ദർഭങ്ങളിലെല്ലാം തന്നെ ബാലൻ ഒറ്റപ്പെട്ട ജീവിതമാണ് നയിച്ചത്. അപ്പോൾ ചിത്ര തിരുനാളിന് ബാലൻ്റെ ഈ ഒറ്റപ്പെടൽ അറിഞ്ഞപ്പോൾ വളരെ ദുഃഖം തോന്നി. ഞാനും ഇതിനൊരു നിമിത്തമാണല്ലോ എന്ന്. പക്ഷേ താൻ ചെയ്തത് ശരിയായൊരു തീരുമാനമാണ് എന്ന നിലപാടിൽ അപ്പോഴും ചിത്ര തിരുനാൾ ഉറച്ചു നിന്നു. ബാലൻ പിന്നീട് ഡൽഹി പോളിറ്റിക്സിൽ നിന്നൊക്കെ ബഹിഷ്കൃതനായി തിരുവനന്തപുരത്ത് വരുന്നു. ഇന്നും ബാലൻ വളരെ സജീവമായിട്ട് ബാലൻ്റെ ട്രേഡ് യൂണിയനുമായിട്ട് മുമ്പോട്ട് പോകുന്നു. പുരുഷോത്തമ ഭാരതി എന്ന പേര് അഭിമാനത്തോടു കൂടി അദ്ദേഹം നിലനിർത്തുന്നു. ഇപ്പോൾ സഹോദരന്മാരും അദ്ദേഹത്തിൻ്റെ സഹോദരിമാരുമായിട്ടൊക്കെ രമ്യമായി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാരതി അപ്പാർട്ട്മെൻറ്റിലാണ് അദ്ദേഹം താമസിക്കുന്നത്, നന്തങ്കോട്. അദ്ദേഹത്തിനെ മതപരിവർത്തനം തിരിച്ച് ഹിന്ദു ആക്കുന്നതിൽ ചിത്ര തിരുനാൾ എന്തായിരിക്കും ഇത്രയധികം താല്പര്യം കാണിച്ചത്? ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം വ്യക്തമാണ്. അദ്ദേഹത്തെ ഇതുപോലെ മതപരിവർത്തനം നടത്തുവാൻ ചില ആളുകൾ ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തിൽ ശ്രമിച്ചിരുന്നു. അതിനുള്ള ഒരു ചെറിയ നോബിൾ റിവെഞ്ചായിട്ട് വേണമെങ്കിൽ ഈ സംഭവത്തെ കാണാം.